സാറെന്തോ വലിയ ആലോചനയിലാണല്ലോ. അമൃതമോളുടെ കാര്യം ആലോചിക്കുമായിരുന്നു. അനഘയുടെ അഖിലയുടെയും കല്യാണത്തിനൊപ്പം അവളുടെ കല്യാണവും നടത്തണം. അതിന് ഇപ്പൊ കല്യാണം വേണ്ടെന്നല്ലേ മോള് പറയുന്നത്? കൃഷ്ണ, ഈ പറയുന്നതൊക്കെ വെറും നാവല്ലേ. മനസ്സിരിക്കുന്നത് മറ്റൊരിടത്താ. അത് കാണാൻ കഴിയാതെ പോയ ഒരച്ഛന്റെ സങ്കടമാണ് ഞാൻ ഈ പറയുന്നത്. അവൾ എന്ത് തടസ്സം പറഞ്ഞാലും അവളുടെ കല്യാണം സമയത്ത് നടത്തിയിരിക്കും. അത് ചെയ്യാനായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് അച്ഛനാ കൃഷ്ണ? എന്താ മക്കളെ? അച്ഛാ, ഇവള് 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നാ പറയുന്നേ. പോലീസ് ട്രെയിനിങ് അല്ലേ, പോകാതെ പറ്റുമോ? 2 ദിവസം കഴിഞ്ഞു പോയാലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. റാണി മാഡത്തിന് ഞാൻ മെസ്സേജ് പാസ് ചെയ്തോളാം. എനിക്ക് അച്ഛന്റെ കൂടെ 2 ദിവസം കൂടി ഇങ്ങനെ സന്തോഷായിട്ട് ഇരിക്കണം. ഒരുപാട് കരഞ്ഞു മടുത്ത കുട്ടിയല്ലേ അച്ഛാ ഞാൻ. ഒരുപാട് ദിവസമൊന്നുമില്ലല്ലോ, 2-3 ദിവസം അച്ഛന്റെ മോളൊന്ന് ചിരിച്ചോട്ടെ. എന്റെ മോളെ കരയിച്ചിട്ടുള്ളതെല്ലാം അച്ഛനല്ലേ? ഇപ്പോ പ്രായശ്ചിത്തത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛൻ? എന്റെ മോൾക്ക് അച്ഛൻ എന്താ ചെയ്യണ്ടേ? ഇവക്ക് 2-3 ദിവസം കൂടി അച്ഛന്റെ കൂടെ ഇവിടെ നിക്കണമെന്നാ ഇഷ്ടം. പക്ഷെ അത് പറ്റില്ലെന്ന് അമൃതേച്ചി പറയുന്നേ. ട്രെയിനിങ്ങിന് പോയിട്ട് എൻഗേജ്മെന്റിന് വന്നാ മതിയെന്നാ അച്ഛാ ചേച്ചിയുടെ മനസ്സിലിരിപ്പ്. അച്ഛാ, ഞാൻ നിശ്ചയം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അമൃതേച്ചിയോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാം അച്ഛാ, പ്ലീസ്. മോള് സങ്കടപ്പെടാതിരിക്കെ, അച്ഛൻ പറയാം. പക്ഷെ മോളെ, ട്രെയിനിങ് ഒക്കെ മുടക്കാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അമൃതേച്ചി ഒന്ന് സമ്മതിച്ച് കിട്ടിയാ മതി. അച്ഛനൊന്ന് പറയണം. അച്ഛൻ പറയാം, എന്റെ മോള് സങ്കടപ്പെടാൻ പാടില്ല കേട്ടോ. മക്കൾക്ക് പൊട്ടല്ല, നെറ്റിയിൽ സിന്ദൂരമാ തൊടേണ്ടത്. സീമന്ത സിന്ദൂര പെൺകുട്ടികളുടെ ഭാഗ്യം. പക്ഷേ എന്താ ഒരു പക്ഷേ? എന്തോ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ആതിരമോൾക്ക് മനസ്സിൽ എന്തോ ചില പ്രയാസങ്ങളുണ്ട്. അഖിലയോട് അങ്ങനെ ചിലർ പറയുന്നത് പോലെ എനിക്ക് തോന്നി. എന്ത് പറയാൻ? അതൊന്നും എനിക്കറിയില്ല. അമൃതമോളോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് ആതിരമോൾക്ക്. ഇഷ്ടക്കുറവോ? എന്തിന്? ഓ, ട്രെയിനിങ്ങിന് പോവാൻ പറഞ്ഞതിനായിരിക്കും. അത് തന്നെ. ഈ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാനാ ആ കൊച്ചിനിഷ്ടം. അമൃതമോള് അനിയത്തിമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഒരു നന്ദിയില്ല ആതിരയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചതാ അതിന്റെ കുഴപ്പം. ആ കുട്ടി അത് മനസ്സിലാക്കുന്നില്ല. ചേട്ടത്തി, എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആവശ്യമില്ലാതെ എന്റെ മോളെ കുറ്റം പറയണ്ട. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ പറഞ്ഞ അത് വലിയ കുറ്റായിപ്പോ. കാണാൻ പോന്ന പൂരം ഞാൻ എന്തിനാ കെട്ടി കാണിക്കുന്നേ? എന്റെ ഈശോയെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറ്റം. ഇവരുടെ നാക്കിന് കുറച്ച് നീളം കൂടുതലാ. കുറച്ചൊന്നുമല്ല, 4 മുഴം. ഞാൻ പറഞ്ഞ കാര്യം അച്ഛൻ അമൃതേച്ചിയോട് പറഞ്ഞില്ലേ? ഞാനൊന്ന് സൂചിപ്പിച്ചതാ, പക്ഷെ അവൾക്കേ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അച്ഛാ, അഖിലേച്ചി ഒഴിച്ച് വേറെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒന്നിച്ചുണ്ടായിരുന്ന ഇവള് പോലും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.